അർജന്റീന ടീമിനെയും മെസ്സിയെയും കേരളത്തിലെത്തിക്കും എന്ന് പറഞ്ഞ് ഇവിടെ നാട്ടുകാരെ എല്ലാം പറഞ്ഞു കളിപ്പിച്ച സംഭവം നമുക്കറിയാമല്ലോ. അതിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ നേരിട്ടുള്ള ഇടപാടുകളാണ് നടത്തിയിട്ടുള്ളത്. അത് ഈ RBC, അതായത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനിയായിട്ട് ചേർന്നുകൊണ്ടുള്ള പണികളാണ് ഒപ്പിച്ചത്. ആദ്യം കളമശ്ശേരി ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയായിരുന്നു തീരുമാനിച്ചിരുന്നത്, നോക്കി. പക്ഷെ അത് അന്വേഷിച്ച് പതുക്കെ വന്നു കഴിഞ്ഞപ്പം ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നി. കാര്യം അവർ ഇതിന്, അതായത് ഈ കരാറിൽ ഏർപ്പെടാൻ പോകുന്നതിന് ഒരു 20 ദിവസം മുമ്പാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തത്. മാത്രമല്ല അതിൻ്റെ മൊത്തമായിട്ടുള്ള ആസ്തി, ആ കമ്പനിയുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. അതായത് 220 കോടി രൂപയ്ക്ക് മേളിലുള്ള ഇടപാട് നടത്തേണ്ട ഒരു കാര്യത്തിനാണ് ഈ 1 ലക്ഷം രൂപ മാത്രം മൂലധനമുള്ള ഒരു കമ്പനിക്ക് കൊടുക്കാൻ പോയത്. അപ്പോൾ മനസ്സിലായത് ശരിയാകത്തില്ലെന്ന് മനസ്സിലായി. നോക്കിക്കഴിഞ്ഞപ്പം അതേ അഡ്രസ്സിൽ തന്നെയാണ് RBC റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഇത് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊന്നാണ്. ഇത് കള്ളപ്പേരിലെ ആദ്യം എടുക്കാൻ നോക്കി, കാരണം റിപ്പോർട്ടറിൻ്റെ പേര് വെളി വരണ്ട എന്ന് വിചാരിച്ചായിരിക്കും. ഏതായാലും പിന്നെ അവസാനം റിപ്പോർട്ടറിൻ്റെ പേരിൽ തന്നെ RBCയുടെ പേരിൽ തന്നെയുള്ള കരാറുകളൊക്കെ ആയി. ഇപ്പോൾ അന്വേഷിച്ച് വന്നപ്പോൾ എന്താണെന്നറിയോ, ഇത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം GSTയുടെ SIT അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ പുറത്തു വന്ന സംഭവം എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. വലിയ ടാക്സ് വെട്ടിപ്പ്, GST വെട്ടിപ്പ് കാര്യമായിട്ട് നടന്നു എന്നുള്ളതാണ്. ഈ 126 കോടി രൂപ കൈമാറിയിട്ടുണ്ട് ഇവർ, കേട്ടോ. അത് ശരിയാണ്. റിപ്പോർട്ടഡ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ 126 കോടി രൂപ കൈമാറി. അത് 2 ഇൻസ്റ്റാൾമെൻ്റായിട്ടാണ് കൊടുത്തത്. ഒന്ന്, ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 2025 ജൂൺ 12-ന് ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ്. രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 2025 ഒക്ടോബർ 15-ന്. അങ്ങനെയാണ് 226 കോടി രൂപ കൈമാറിയിട്ടുള്ളത്. ഈ 126 കോടി രൂപ കൈമാറിയപ്പോൾ തന്നെ ആ മാസങ്ങളിൽ തന്നെ ഇതിൻ്റെ സേവന നികുതി അടയ്ക്കണം. അതായത് GST തന്നെ അടയ്ക്കണം. 22 കോടിയോളം രൂപയായിരുന്നു അടയ്ക്കേണ്ടത്. 22 കോടി രൂപ അടയ്ക്കണം. ഇനിയിപ്പോൾ അത് സമയത്ത് അടച്ചില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്നറിയോ, 18% അതിന് പലിശയുണ്ട്. 18% ഇൻട്രസ്റ്റ്. 22 കോടി രൂപയുടെ ഇത്രയും നാളുള്ള 18% പലിശ ഒന്ന് കണക്കാക്കിക്കോളൂ എത്രയാണെന്ന്. അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ ഫൈൻ 25% അടയ്ക്കണം. ഇത് രണ്ടും അടയ്ക്കണം. ഇനി ഈ അർജന്റീന ടീം കേരളത്തിലെത്തി കളിച്ചില്ല, അവർ കരാർ ലംഘനം നടത്തി, അങ്ങനെ കളിക്കാത്തത് കൊണ്ട് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ഈ നികുതി അങ്ങ് അടയ്ക്കണം. ആദ്യം അടച്ചതിന് ശേഷം അതിൻ്റെ റീഫണ്ട് വാങ്ങാം. പക്ഷേ അങ്ങനെ റീഫണ്ട് വാങ്ങിച്ചാലും ഈ 18% പലിശയും 25% ഫൈനും, അതായത് പിഴയും, അത് തിരിച്ചു കിട്ടത്തില്ല. അത് പോയത് തന്നെ എങ്ങനെയായാലും. ഇനി ഈ പൈസ എവിടുന്ന് കിട്ടി എന്നുള്ളത് അതും അന്വേഷണത്തിലിരിക്കുകയാണ്. ആ പൈസ കിട്ടിയത് ഇപ്പോൾ ഈ ബ്രോഡ്കാസ്റ്റ് റൈറ്റ് വിറ്റാണ് ഇതിൻ്റെ പണം വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വരെ അതിന് സേവന നികുതി അടയ്ക്കേണ്ടതായിട്ട് വരും. അതും പ്രശ്നമാണ്. അങ്ങനെ ആ രീതിയിലുള്ള വെട്ടിപ്പ്, നികുതി വെട്ടിപ്പാണ് നടന്നേക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് നികുതി അടയ്ക്കുന്നത് കൂടാതെ അതിനും ഈ 18% പലിശയും അതുപോലെ തന്നെ 25% ഫൈനും അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇപ്പം ഇതല്ല, മറ്റ് മാർഗങ്ങളിൽ കൂടാണ് ഈ പണം സ്വരൂപിച്ചത് എന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ അന്നു വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും കേസ് എൻഫോഴ്സ്മെൻറ്റിലേക്ക് പോകും, EDക്ക് പോകും. അതായത് EDയിലേക്ക് അയക്കേണ്ടതായിട്ട് വരും. കാരണം മറ്റ് മാർഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മണി ലോണ്ടറിങ്ങിൻ്റെ പരിധിയിൽ വരും, PMLA പരിധിയിൽ വരും. അങ്ങനെ വരുന്നുണ്ടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അത് കേസ് കൈമാറേണ്ടതായിട്ട് വരും. ഇനി ഈ LDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഈ നികുതി വെട്ടിപ്പ് കണ്ടെത്താനായിട്ട് ഉദ്യോഗസ്ഥർ നീക്കം നടത്തിയതാണ്. പക്ഷേ അതിനന്ന് രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായതുകൊണ്ട് അതിനെല്ലാം തടയിടാൻ പറ്റി. രാഷ്ട്രീയ ഇടപെടലെന്ന് പറഞ്ഞാൽ ഏത് രാഷ്ട്രീയക്കാരുടെയാണെന്ന് നമുക്കറിയാമല്ലോ. ഏതായാലും ശരി, ഒരു CPM നേതാവിൻ്റെ, ഒരു ഉന്നത CPM നേതാവിൻ്റെ ബന്ധു ഇവരെ ഈ ഒഴിവാക്കിയ ടീമിലുണ്ടായിരുന്നു. അതായത് ഈ നടപടി സ്വീകരിക്കാത്ത ആ ഉദ്യോഗസ്ഥ സംഘത്തിലുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ
നമുക്ക് കാര്യം എവിടെയാണെന്ന് പിടികിട്ടും. ഇനി ഇപ്പോൾ ഈ പുതിയ സംഘം ഉണ്ടല്ലോ, പുതിയ സംഘത്തിനും രാഷ്ട്രീയ രംഗത്ത് നിന്ന് വളരെയധികം സമ്മർദ്ദം, അതായത് ഭരണ പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഇടപെടലുകൾ ഇപ്പം വരുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ ഇത് എന്താണെന്ന്. കാരണം ഇത് ഇത്രയും വലിയ നികുതി വെട്ടിപ്പ്, ഈ നികുതി എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാടിന് കിട്ടേണ്ട നികുതിയാണ്. നമ്മുടെ നാടിൻ്റെ സമ്പാദ്യമാണ് നികുതി എന്ന് പറയുന്നത്, രാജ്യത്തിൻ്റെ. അതില്ലാതാക്കുക എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അതല്ലേ രാജ്യദ്രോഹം. അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ അടച്ചേക്കുന്നതാണ് ഈ പണമൊക്കെ. ആ പണം അടച്ചു അന്ന് തന്നെ അതിനകത്ത് നികുതി വെട്ടിപ്പ് നടന്നത് അവർക്ക് മനസ്സിലായി. അതിന് നീക്കം തുടങ്ങിയതാണ്, കണ്ടുപിടിച്ച് പിഴയും ഫൈനും അതിൻ്റെ പിഴയും പലിശയും ഈടാക്കാനായിട്ട്, അതും നികുതി ഈടാക്കാനായിട്ട് ശ്രമം തുടങ്ങിയതാണ്. പക്ഷേ അത് ഒരു ഉന്നത CPM നേതാവിൻ്റെ ബന്ധു ആ സംഘത്തിലുണ്ട്. അതുകൊണ്ട് അത് ഏതായാലും അതങ്ങ് നിർത്തിവെച്ചു. രാഷ്ട്രീയ ഇടപെടലുകളുണ്ടായിരുന്നു. ആ സമ്മർദ്ദം മൂലം അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല, ഒന്നും അനങ്ങിയില്ല. അനങ്ങാതെ അങ്ങ് ഹഷപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ഇതങ്ങനെ ഹഷപ്പ് ചെയ്തെടുക്കാൻ പറ്റിയൊരു സാധനമല്ല. ഇത് നിർബന്ധമായും ഈ നികുതി അടയ്ക്കേണ്ടത് തന്നെയാണ്. അതിനെന്ത് പറഞ്ഞ് നികുതി അടയ്ക്കാതിരിക്കും എന്നുള്ളതിന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് കാരണങ്ങളൊന്നുമില്ല. ഏതായാലും ശരി, അന്ന് കൊടുക്കാൻ, അതായത് 22 കോടി രൂപ നികുതി കൊടുക്കേണ്ടതാണ്, അത് കൊടുത്തില്ല. ആ കൊടുക്കാതിരുന്നതിന് 18% പലിശയും 25% ഫൈനും ഉൾപ്പെടെ അടച്ചേ പറ്റുള്ളൂ, നിർബന്ധമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഈ അവിടെ അർജൻറ്റീന ടീം ഇന്ത്യ വന്നില്ല, മെസ്സിയും വന്നിട്ടില്ല. അതുകൊണ്ട് ഇവർക്ക് നികുതി അടച്ചതിന് ശേഷം, അതായത് നികുതി അടയ്ക്കണം, അതിൻ്റെ പലിശ അടയ്ക്കണം, ഫൈൻ അടയ്ക്കണം, ഒന്നിച്ച് ഇത്രയും വരും. ഇത്രയും വരുമ്പോൾ ഏതാണ്ട് 22 ലക്ഷം രൂപയുടെ ഈ ഇടപാടെന്ന് പറയുമ്പോൾ വരുമ്പോൾ ഏതാണ്ട് ഒരു വലിയ തുക വരും. 22 കോടി 22 കോടിയുടെ ഇത് വരുന്നുണ്ടെ ഏതാണ്ട് ഒരു 4.5 കോടി രൂപ വരുമ്പോൾ രണ്ട് കണക്കൂടെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 8 കോടി രൂപയ്ക്ക് അധികം, അതായത് 22ഉം 8ഉം 30 കോടി രൂപ വേണ്ടി വരും വീണ്ടും. ഇനി ഇത് EDയിൽ പോരുന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, RBCക്ക്, ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ പറയാൻ, ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ് കാശ് വാങ്ങിച്ചാണെന്ന്. അങ്ങനെ പറഞ്ഞു പോയാൽ വേറെ പ്രശ്നമുണ്ട്, അതിൻ്റെയും നികുതി അടയ്ക്കണം. അങ്ങനെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് കൊടുക്കാമെന്നും പറഞ്ഞ് 126 കോടി രൂപ സംഘടിപ്പിച്ചല്ലേ, ആരുടെ എന്തെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് അടയ്ക്കണം. ആ ടാക്സിൻ്റെ ഈ 18% പലിശയും 25% ഫൈനും അടയ്ക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വലിയൊരു തുക ആ രീതിയിലും അടയ്ക്കേണ്ടതായിട്ട് വരും. ഏതായാലും 30 കോടി രൂപ അടയ്ക്കേണ്ടതായിട്ട് വരും. ആ 30 കോടിയിൽ നിന്ന് ഏതാണ്ട് റീഫണ്ട്, ടാക്സിൻ്റെ റീഫണ്ട് കിട്ടും. 22 കോടി രൂപ റീഫണ്ട് കിട്ടും. എന്നാൽ 8 കോടി രൂപ പോക്കാം, ഏറ്റവും കുറഞ്ഞത്. അത് പോയി കിട്ടി, ഉറപ്പാണ്. പക്ഷേ ഈ 8 കോടി രൂപ ഇവരെ ഇതിന് സഹായിക്കാനായിട്ട് ശ്രമിക്കുന്ന ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ നേതാക്കൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ നാണക്കേടാണ്. ഇപ്പോൾ ഈ രീതിയിൽ, അതായത് കോൺഗ്രസ് സർക്കാരിന് എന്തൊക്കെ നാശം, അതായത് കോൺഗ്രസ്സുകാർക്ക് ഇലക്ഷൻ ഏതൊക്കെ നാശം വരുത്താമോ എന്ന് നോക്കിയ ഒരു ചാനലാണ്. പക്ഷേ അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കാനായിട്ട് കോൺഗ്രസ്സുകാർ പോലും ഉണ്ടെന്നാണ് പറയുന്നത്. ആരാന്ന് ഒന്നും വെളി വന്നിട്ടില്ല. പക്ഷേ അങ്ങനെ ആ സമ്മർദ്ദം ഈ അന്വേഷണ നടത്തുന്ന സംഘത്തിനെതിരെ അതിൻ്റെ മേൽ ആ സമ്മർദ്ദം ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇത് ഒരു വല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണമൊക്കെ അതിൽ നടക്കട്ടെ. നികുതി വെട്ടിപ്പ് ആര് നടത്തിയാലും ശരി, അത് തിരിച്ചു പിടിക്കണം. കാരണം നികുതി നമ്മുടെ പൗരന്മാരുടെ വകയാണ്, പൗരന്മാർക്ക് കിട്ടാനുള്ളതാണ് നികുതി. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണ് ഈ നികുതി എന്ന് പറയുന്നത്. അത് അങ്ങനെ വെറുതെ അങ്ങ് തട്ടിപ്പ് നടത്താനായിട്ട് ഒരു വലിയവനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തനെയും അങ്ങനെ സമ്മതിക്കാൻ പാടില്ല.